നമ്മുടെ ഭാവിയെ ശോഭനമാക്കാൻ ഒരു വിപ്ലവം വേണം അല്ലേ? പക്ഷെ ഒരു മിനിറ്റ്, ഈ വിപ്ലവം നടക്കേണ്ടത് പുറത്തല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ്. അതെ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചിന്താവിപ്ലവത്തെക്കുറിച്ചാണ്. എന്താണിത്? നമുക്ക് നോക്കാം. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഇന്ന് നമ്മുടെ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്തായിരിക്കും? ഒരു പക്ഷേ പല ഉത്തരങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാകും അല്ലേ? എന്നാൽ ശരിക്കുള്ള പ്രതിസന്ധി നമ്മൾ ഈ കാണുന്നതിനും കേൾക്കുന്നതിനും ഒക്കെ അപ്പുറത്തുള്ള ഒന്നാണ്. അപ്പോ ആ യഥാർത്ഥ പ്രതിസന്ധി എവിടെയാണ്? അത് പുറത്തല്ല, അത് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലാണ്. നമുക്കതിനെ ചിന്താ മലിനീകരണം എന്ന് വിളിക്കാം. ഇത് കുറച്ചുകൂടി വ്യക്തമാക്കാൻ നമുക്ക് രോഹൻ എന്നൊരാളെ പരിചയപ്പെടാം. അവന്റെ മനസ്സ് കണ്ടോ, മരങ്ങളൊന്നുമില്ലാത്ത ഇരുണ്ട മുള്ളുകൾ നിറഞ്ഞൊരു കാടുപോലെയാണ്. അവിടെ അവൻ ഒറ്റപ്പെട്ട് വഴിതെറ്റി നിൽക്കുകയാണ്. ഇപ്പൊ നോക്കൂ, വായുമലിനീകരണം, ജലമലിനീകരണം, ഇതൊക്കെ നമ്മുടെ ശരീരത്തെയും പരിസ്ഥിതിയെയും എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ചിന്താമലിനീകരണമുണ്ടല്ലോ, അതിനേക്കാളൊക്കെ എത്രയോ അപകടകരമാണ്. കാരണം അത് ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തെയല്ല, മറിച്ച് നമ്മുടെ ആത്മാവിനെയാണ്. സത്യം എന്താണെന്ന് കാണാനുള്ള നമ്മുടെ കഴിവിനെ തന്നെ അതില്ലാതാക്കും. ഇതിനെ നമുക്ക് വളരെ സിമ്പിളായിട്ടൊന്ന് താരതമ്യം ചെയ്യാം. നമ്മൾ ചീത്ത ഭക്ഷണം കഴിച്ചാൽ എന്ത് സംഭവിക്കും? ശരീരത്തിന് അസുഖം വരും അല്ലേ? അതുപോലെ തന്നെയാണ് വിഷം നിറഞ്ഞ ചിന്തകൾ. അത് നമ്മുടെ ആത്മാവിനെയാണ് രോഗിയാക്കുന്നത്, തളർത്തിക്കളയുന്നത്. വളരെ ലളിതമായി തോന്നാമെങ്കിലും ഇത് വളരെ ശക്തമായൊരു സത്യമാണ്. അപ്പോൾ ഒരു ചോദ്യം വരാം, എന്തുകൊണ്ടാണ് ഈ ഉള്ളിലുള്ള മലിനീകരണം ഇത്രയധികം പ്രാധാന്യമുള്ളതാകുന്നത്? അതിന്റെ കാരണമിതാണ്, നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ യാഥാർത്ഥ്യത്തെ, നമ്മുടെ ജീവിതത്തെ തന്നെ രൂപപ്പെടുത്താനുള്ളൊരു ഭയങ്കര കഴിവുണ്ട്. ഇതിനെക്കുറിച്ച് വളരെ ശക്തമായൊരു വാചകമുണ്ട്: ചിന്തകളാണ് ഒരു വ്യക്തിയുടെ വിധിയുടെ ശില്പികൾ. എന്താണിതിന്റെ അർത്ഥം? നമ്മുടെ ഭാവി എവിടെയോ എഴുതിവെച്ച ഒന്നല്ല. അല്ല, ഓരോ ദിവസവും നമ്മൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും ഉപയോഗിച്ച് നമ്മൾ തന്നെയാണ് നമ്മുടെ ഭാവിയെ പണിതുയർത്തുന്നത്. ഇതിനെ തന്നെ നമുക്ക് കുറച്ചുകൂടി ലളിതമായിട്ട് ഇങ്ങനെ പറയാം: ചിന്തകൾ എങ്ങനെയോ ജീവിതവും അങ്ങനെ തന്നെ. സത്യമല്ലേ? നമ്മുടെ മനസ്സ് ശാന്തമാണെങ്കിൽ പുറത്ത് എത്ര വലിയ പ്രശ്നം വന്നാലും നമുക്കതിനെ ശാന്തമായി നേരിടാൻ പറ്റും. നേരെ മറിച്ച് നമ്മുടെ ഉള്ളിൽ മുഴുവൻ സംഘർഷമാണെങ്കിലോ, അപ്പോൾ വളരെ ചെറിയ പ്രശ്നങ്ങൾ പോലും ഒരു വലിയ മല പോലെ നമുക്ക് തോന്നും. അത്രയ്ക്ക് ആഴത്തിലുള്ള ഒരു ബന്ധമാണ് നമ്മുടെ ചിന്തകളും ജീവിതവും തമ്മിലുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ചു. ഇനി നമുക്ക് ഇതിന്റെ പരിഹാരത്തിലേക്ക് വരാം. ഈ കാലഘട്ടത്തിന് തികച്ചും ഒരു പുതിയ തരം വിപ്ലവം ആവശ്യമാണ്. ഈ ഒരു മാറ്റത്തിന്റെ ആവശ്യം ആദ്യമായി വളരെ ശക്തമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് 1958 ഗുരുദേവാണ്. അദ്ദേഹം ഒരു പുതിയ വിപ്ലവത്തിനായി ആഹ്വാനം ചെയ്യുകയായിരുന്നു. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, വാളും തോക്കുമെടുത്ത് പോരാടുന്ന വിപ്ലവങ്ങളുടെ കാലമൊക്കെ കഴിഞ്ഞുപോയി. ഇന്നത്തെ പ്രശ്നങ്ങളെ നേരിടാൻ ആ പഴയ രീതികളൊന്നും ഇനി മതിയാവില്ല. അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത്? അതാണ് വിചാരക്രാന്തി അഥവാ ചിന്താവിപ്ലവം. എന്താണതെന്ന് ചോദിച്ചാൽ വളരെ ലളിതമാണ്. നമ്മളെ പിന്നോട്ടു വലിക്കുന്ന പഴയ ജീർണിച്ച അന്ധവിശ്വാസങ്ങളെയൊക്കെ എടുത്ത് ദൂരെ കളയുക. എന്നിട്ട് അതിനു പകരം യുക്തിയുടെയും വിവേകത്തിന്റെയും വെളിച്ചം, ആ ദീപശിഖ നമ്മുടെ ഉള്ളിൽ തെളിയിക്കുക. അതാണ് ഈ വിപ്ലവം. പക്ഷേ ഒരു സംശയം, ഈ വിപ്ലവം ആർക്കെതിരെയാണ്? സാധാരണ വിപ്ലവങ്ങൾ പോലെ അല്ല ഇത്. ഇതിന്റെ സ്വഭാവം വളരെ വ്യത്യസ്തമാണ്. കാരണം ഈ പോരാട്ടം മറ്റൊരാൾക്കെതിരെ അല്ലേ അല്ല. അതെ, ഈ യുദ്ധം നമുക്ക് നമ്മളോട് തന്നെയാണ്. നമ്മുടെ ഉള്ളിലൊളിച്ചിരിക്കുന്ന ആ അപകർഷതാബോധമില്ലേ, അതിനോടാണ് നമ്മുടെ ആദ്യത്തെ പോരാട്ടം. അതുപോലെ തന്നെ നമ്മളെ മുന്നോട്ടു പോകാൻ സമ്മതിക്കാതെ പിന്നോട്ടു വലിക്കുന്ന, നമ്മുടെ കാഴ്ചയെ മറയ്ക്കുന്ന അന്ധവിശ്വാസങ്ങൾ, അവയോടും നമ്മൾ യുദ്ധം പ്രഖ്യാപിക്കണം. അപ്പോ ഈ ഒരു ആന്തരിക യുദ്ധത്തിന് നമുക്ക് എന്തായുധങ്ങളാണ് വേണ്ടത്? വളരെ ലളിതമായ 2 കാര്യങ്ങൾ മാത്രം മതി. ഒന്ന്, നമ്മളെ പിന്നോട്ടു വലിക്കുന്ന ആ പഴയ തുരുമ്പിച്ച വിശ്വാസങ്ങളെയൊക്കെ ധൈര്യമായിട്ട് ഉപേക്ഷിക്കുക. 2, അതിനു പകരം ഓരോ കാര്യത്തെയും യുക്തിയോടെയും വിവേകത്തോടെയും കാണാൻ പഠിക്കുക. അറിവിന്റെ വെളിച്ചം നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ തെളിയിക്കുക. അപ്പോ ഈ വ്യക്തിപരമായ മാറ്റം എങ്ങനെയാണ് ഒരു ശോഭനമായ ഭാവിയുടെ അടിസ്ഥാനമാകുന്നത്? നമുക്ക് നോക്കാം. കാരണം ഓരോ വ്യക്തിയിലും ഉണ്ടാകുന്ന ഈ ചെറിയ മാറ്റമുണ്ടല്ലോ, അത് ഒരുമിച്ചു ചേരുമ്പോൾ ഒരു പുതിയ ലോകത്തെ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അതെ, ഈ ആന്തരിക ശുദ്ധീകരണം, അതായത് നമ്മുടെ ചിന്തകളെ മാലിന്യങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന ഈ പ്രക്രിയ, അത് മാത്രമാണ് ശരിക്കും ഒരു പുതിയ തുടക്കത്തിലേക്കുള്ള ഒരേ ഒരു വഴി. ഒരു ശോഭനമായ ഭാവി കെട്ടിപ്പടുക്കണമെങ്കിൽ അതിന്റെ തുടക്കം ഇവിടെ നിന്നാണ്, നമ്മുടെ ഉള്ളിൽ നിന്ന്.
അപ്പോൾ ഇത്രയും കേട്ടുകഴിഞ്ഞ സ്ഥിതിക്ക് ഒരൊറ്റ ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങളുടെ ചിന്താ വിപ്ലവം അതെപ്പോഴാണ് ആരംഭിക്കാൻ പോകുന്നത്?